ഹായ് ഓൾ. അപ്പം നമ്മൾ 1 വീക്കിന് ശേഷം ദുവാടെ ലഞ്ച് ബോക്സുമായിട്ട് തിരിച്ചു വന്നേക്കുവാണ്. അപ്പോൾ ദുവാക്കുന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ടു, ക്യാപ്സിക്കം ചോപ്പ് ചെയ്തിട്ടു, സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഒന്ന് വെന്ത് വരണം കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റിനെക്കാളും കുറച്ചുകൂടി വേവണം, നമുക്ക് ലഞ്ച് കൊടുത്തു വിടുന്നതിൽ. പിന്നെ കുറച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് മുട്ട നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടയും കുരുമുളകും ഉപ്പും കൂടി ചേർത്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടും അത് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത് നമ്മൾ നമ്മുടെ സോയാ സോസ്, നമ്മുടെ മെയിനായിട്ടുള്ളൊരു ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ഫ്രൈഡ് റൈസിന്. അത് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇതും കൊണ്ട് സ്കൂളിൽ പോകാനായിട്ട്. പിന്നെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തു. അതും ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബസ്മതി റൈസ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1 കപ്പ് റൈസിന് 2.5 വാട്ടറാണ് ഞാൻ യൂസ് ചെയ്തത്. അത് വേവിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതാണ് ദുവാടെ ലഞ്ച് ബോക്സ്. ഒന്ന് ദുവാക്കും ഒന്ന് ദുവാടെ ഫ്രണ്ട്സിനുമാണ്. പിന്നെ കുറച്ച് കെച്ചപ്പം വെച്ചു. പിന്നെ നമ്മൾ പുറത്ത് ചെന്നപ്പോൾ അപ്പൂസ് ഇവിടെ ഒരു വടിയുമായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. അത് ഞാൻ ഉച്ചയ്ക്കത്തെ ലഞ്ച് ഞാനിതാ കഴിച്ചത്. അപ്പോൾ അത്രയുള്ള വീഡിയോ.